ഹലോ എവ്രി വൺ, സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ്സസ് യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. RCC സബ്ജക്റ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വീഡിയോയുടെ 4th പാർട്ടാണ് ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വെൻ ഷിയർ ആക്ച്വൽ ഷിയർ സ്ട്രെസ് ആക്ച്വലി അത് ടോ വി ആണ് ആക്ച്വൽ ഷിയർ സ്ട്രെസ് അല്ലെങ്കിൽ നോമിനൽ ഷിയർ സ്ട്രെസ് എന്ന് പറയും. ഇറ്റ് ഈസ് ലെസ് ദാൻ ദ പെർമിസിബിൾ ഷിയർ സ്ട്രെസ് ടോ സി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഷുഡ് ബി ഡിസൈൻ, ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഷുഡ് നോട്ട് ബി ഡിസൈൻ, ദ ഡിസൈൻ ഷുഡ് ബി കംപ്ലീറ്റ്ലി റിവൈസ്ഡ്, നൺ ഓഫ് ദിസ്. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ മനസ്സിലാക്കുന്നതിന് മുമ്പ് ആൻസർ വന്നിട്ട് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഷുഡ് നോട്ട് ബി ഡിസൈൻഡ് ആണ് ഇവിടുത്തെ ആൻസർ. ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഷുഡ് നോട്ട് ബി ഡിസൈൻഡ്. അപ്പോൾ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കോഡൽ പ്രൊഫഷൻസ് നമുക്ക് മനസ്സിലാക്കാം. ദാറ്റ് ഈസ് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊലാപ്സിൽ ഷിയറിൻ്റെ എന്തൊക്കെയാണ് കണ്ടീഷൻസ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് നോമിനൽ ഷിയർ സ്ട്രെസ് ആണ്. അപ്പോൾ എന്താണ് നോമിനൽ ഷിയർ സ്ട്രെസ്? നമ്മുടെ ബീമിലേക്ക് വരാൻ സാധ്യത ഉള്ള ലോഡ് വെച്ചിട്ട് ആ ഒരു ബീമിൽ വരുന്ന ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ സ്ട്രെസ്സിനെയാണ് നമ്മൾ നോമിനൽ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. അതായത് ടോട്ടൽ ഷിയർ സ്ട്രെസ് അല്ല, അതിൻ്റെ ഒരു ആവറേജ് അക്രോസ് ദ സെക്ഷൻ എത്രയാണ് അതിനെയാണ് നോമിനൽ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സിംപ്ലി റീഇൻഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു ബീം എന്ന് കൺസിഡർ ചെയ്യുക. ഇതിൻ്റെ ഷിയർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു പാരബോളിക് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇവിടെ സ്റ്റീൽ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഒരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ടാവും. അല്ലാതെ നോർമലി ഒരു കോൺക്രീറ്റ് സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പാരബോളിക് ആയിട്ടായിരിക്കും വേരിയേഷൻ വരുന്നത്. അപ്പോൾ പാരബോളിക് ആയി കഴിഞ്ഞാൽ നമുക്കൊരു ആവറേജ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മളിതിനെ അസ്യൂം ചെയ്യുന്നു ദർ ഇസ് സം ആവറേജ് വാല്യൂ. ഇങ്ങനെ ഒരു ആവറേജ് വാല്യൂ നമുക്ക് ഉണ്ട്. അതിനെ നമ്മൾ ടോ വി എന്ന് അസ്യൂം ചെയ്യുന്നു. ദാറ്റ് ഈസ് ദ നോമിനൽ ഷിയർ സ്ട്രെസ്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ആവറേജ് ഡെവലപ്ഡ് ഷിയർ സ്ട്രെസ് ഇൻ എ സെക്ഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ടോ വി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് വി യു ഡിവൈഡഡ് ബൈ ബി ഇൻറ്റു ഡി ആണ്. ആക്ച്വലി ഇറ്റ് ഈസ് ബി ഇൻറ്റു ഡി. വി യു എന്ന് പറയുന്നത് ഡിസൈൻ ലോഡ് കാരണം എത്രയാണ് അതിനകത്ത് വരുന്ന ഷിയർ ഫോഴ്സ് എന്നത്. അപ്പോൾ ഷിയർ ഫോഴ്സ് ഇപ്പോൾ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ബീമാണ് ഉള്ളത്. അതിനകത്തൊരു നടുക്ക് ഒരു ലോഡാണ് ഉള്ളതെങ്കിൽ നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് അറിയാം. അപ്പോൾ അതിനകത്ത് മാക്സിമം എത്രയാണ് ഈ ഒരു ബീമിൽ വരുന്ന ഷിയർ ഫോഴ്സ് അതായിരിക്കും വി യു ആയിട്ട് എടുക്കുന്നത്. അതേ മൾട്ടിപ്ലൈഡ് ബൈ 1.5 ചെയ്തിട്ടായിരിക്കും വി യു നമ്മൾ എടുക്കുന്നത്. ബിക്കോസ് ഇറ്റ് ഇസ് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്. ബി എന്ന് പറയുന്നത് മെമ്പറിൻ്റെ ബ്രെഡ്ത്ത്, ഡി എന്ന് പറയുന്നത് എഫക്റ്റീവ് ഡെപ്ത്. ഇതാണ് നോമിനൽ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അപ്പോൾ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റോട് കൂടി നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടോ വി എന്ന് പറയുന്ന വാല്യൂ ഷുഡ് നോട്ട് എക്സീഡ് ടോ സി മാക്സ്. അപ്പോൾ എന്താണ് ടോ സി മാക്സ്? ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ ഡിസൈൻ കൊടുത്താലും ഈ ടോ വി എന്ന് പറയുന്ന വാല്യൂ ടോ സി മാക്സിനേക്കാളും ഇൻക്രീസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അതിൽ നിന്ന് കൂടാൻ പാടില്ല. അപ്പോൾ എന്താണ് ടോ സി മാക്സ് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ടോ സി മാക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മാക്സിമം ഷിയർ സ്ട്രെസ് ദാറ്റ് ഈസ് അലൗഡ് ഇൻ ദി കോൺക്രീറ്റ്. ഈ ടോ സി മാക്സ് IS കോഡ് അനുസരിച്ച് ഓരോ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിന് ഓരോ ടോ സി മാക്സ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ M15 ആണെന്നുണ്ടെങ്കിൽ 2.5, M20 ആണെങ്കിൽ 2.8, M25 ആണെങ്കിൽ 3.1, 30 3.5, 35 3.7, 40ക്ക് 4, അങ്ങനെ ഓരോരോ വാല്യൂസ് പറഞ്ഞിട്ടുണ്ട് ഫോർ ദ ടോ സി മാക്സ്. അപ്പോൾ എല്ലാ കണ്ടീഷനിലും ദ ഡെവലപ്ഡ് ആവറേജ് ഷിയർ സ്ട്രെസ് ദാറ്റ് ഈസ് എ നോമിനൽ ഷിയർ സ്ട്രെസ് ഷുഡ് ബി ലെസ് ദാൻ ദിസ് ടോ സി മാക്സിനേക്കാളും കുറവായിരിക്കണം. നെക്സ്റ്റ്, മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ്. എന്താണ് മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്? അപ്പോൾ ടോ വിയുടെ വാല്യൂ, നോമിനൽ ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ ടോ സി ആണെന്നുണ്ടെങ്കിൽ, ടോ സി മാക്സ് അല്ല ടോ സി. അപ്പോൾ എന്താണ് ടോ സി എന്ന് നമുക്ക് മനസ്സിലാക്കണം. അതായത് മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യണം. നോമിനൽ ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ ടോ സിയേക്കാളും കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്താൽ മതി എന്നാണ് അതിനർത്ഥം. അതായത് സ്പെഷ്യലായിട്ട് ഡിസൈൻഡ് ആയിട്ടുള്ള ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇതായിരുന്നു, ആക്ച്വൽ ടോ വി ഇസ് ലെസ് ദാൻ ടോ സി ആണെന്നുണ്ടെങ്കിൽ ദർ ഇസ് നോ നീഡ് ഫോർ ഡിസൈനിങ് എ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കണ്ടു.
അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ടോ സി പറഞ്ഞു, ടോ വി ലെസ് ദാൻ ടോ സി ആണെന്നുണ്ടെങ്കിൽ മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്താൽ മതി. സെപ്പറേറ്റ് ആയിട്ട് ഒരു പർട്ടിക്കുലർ ഷിയറിന് വേണ്ടിയിട്ട് ഷിയർ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്താണ് ടോസി? ടോസി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് IS കോഡിൽ ഈ ഒരു ടേബിൾ നോക്കാം. ടോസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് ഓഫ് ദി കോൺക്രീറ്റ്. നമ്മൾ ഓൾറെഡി ഇതിപ്പോൾ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. ഓൾറെഡി ഒരു കോൺക്രീറ്റ് സെക്ഷൻ ഡിസൈൻ ചെയ്ത് അതിൻ്റെ ബ്രെഡ്ത്ത് ഹൈറ്റും എല്ലാം ഡിസൈഡ് ചെയ്ത് അതിനകത്ത് മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞു, അതായത് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഏത് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്, അതോടൊപ്പം തന്നെ വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ദി ടെൻഷൻ സ്റ്റീൽ, അതിനനുസരിച്ചിട്ടാണ് ടോ സിയുടെ വാല്യൂ എത്ര വരും എന്നുള്ളത് പറയുന്നത്. അതായത് ആ ഒരു കോൺക്രീറ്റ് സെക്ഷന് അതിൻ്റെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കോൺക്രീറ്റും ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റും വെച്ചിട്ട് കുറച്ചൊരു പാർട്ട് ഓഫ് ഷിയറിനെ അതിന് റെസിസ്റ്റ് ചെയ്ത് നിർത്താൻ പറ്റും. ആ ഒരു റെസിസ്റ്റ് ചെയ്ത് നിർത്താൻ പറ്റുന്നതിനെ പറയുന്ന പേരാണ് ടോ സി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് ഓഫ് concrete. This TOC is a part of the shear stress which is resisted by the concrete and the main reinforcement, അതായത് മെയിൻ ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് റെസിസ്റ്റ് ചെയ്യുന്ന എത്രയാണ് ഷിയർ സ്ട്രെസ്സ്, അതിനെയാണ് ടോ സി എന്ന് പറയുന്നത്. അപ്പോൾ ടോ വി അതായത് നോമിനൽ ഷിയർ സ്ട്രെസ്സ് ഒരു ലോഡ് കൊണ്ട് ഡിസൈൻ ലോഡ് കൊണ്ട് ആ ഒരു ബീമിൽ വരുന്ന ഷിയർ സ്ട്രെസ്സ് ടോ വി ആണ്. ആ ടോ വി എന്ന് പറയുന്നത് ഈ ടോ സിയേക്കാളും കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഡിസൈൻ ചെയ്ത് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. സാധാരണ എപ്പോഴും കൊടുക്കുന്നത് പോലെ മിനിമം റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്താൽ മതിയാകും. അപ്പോൾ എന്തുകൊണ്ട് മിനിമം റീഇൻഫോഴ്സ്മെൻറ്റിന് കൊടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ഷിയർ നോമിനൽ ഷിയർ കോൺക്രീറ്റിൻ്റെ ഡിസൈൻ ഷിയറിനേക്കാളും കുറവാണ്. പിന്നെയും എന്തുകൊണ്ട് മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ സാധാരണഗതിയിൽ ടെൻഷൻ ക്രാക്കുകൾ ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡയഗണൽ ടെൻഷൻ്റെ കേസുകൾ പറഞ്ഞു. ഷിയർ കാരണം ഉണ്ടാവുന്നതാണ്. അപ്പോൾ ചില കേസുകളിൽ ലോഡ് എക്സസ് ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ടെൻഷൻ ക്രാക്സ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാം. പിന്നെ ടെമ്പറേച്ചർ, ഷ്രിങ്കേജ്, ക്രീപ്പ് ഇതൊക്കെ കാരണം ക്രാക്സ് ഉണ്ടാവാം. അതും കൂടി പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇഫ് യു ആർ ഗിവിങ് മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ്. പിന്നെ പറയാനുള്ള കാര്യം, ഈ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നതോടുകൂടി ബീമിന് ഒരു ഡക്റ്റിലിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് കൂടി അല്ലാതെ കുറച്ചും കൂടി റീഇൻഫോഴ്സ്മെൻറ്റ് കൂട്ടിക്കൊടുത്താൽ ഓവറോൾ അതിൻ്റെ ഡക്റ്റിലിറ്റി ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ ഡക്റ്റിലിറ്റി ഇമ്പ്രൂവ് ചെയ്താലുള്ള ഒരു ഉപയോഗം എന്ന് പറയുന്നത് എർത്ത് വേക്കിൻ്റെ സമയത്ത് നമുക്കറിയാം ഡക്റ്റൈൽ ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും നല്ലത്. അല്ലെങ്കിൽ ആ ഒരു വൈബ്രേഷൻ വരുമ്പോൾ ബ്രിട്ടിൽ ആയിട്ടുള്ള മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡാമേജ് സംഭവിക്കുക അല്ലെങ്കിൽ ബ്രേക്കേജ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഡക്റ്റിലിറ്റി ഇംപ്രൂവ് ചെയ്യും. പിന്നെ ഒരു കേസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഹെൽപ്പ് ദ മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് വിൽ ഹെൽപ്പ് ടു ഇംപ്രൂവ് ദ ഡബിൾ ആക്ഷൻ ഓഫ് ദി റീഇൻഫോഴ്സ്മെൻറ്റ്. റീഇൻഫോഴ്സ്മെൻറ്റും കോൺക്രീറ്റും തമ്മിൽ ആ ഒരു പിടിച്ചു നിർത്താനുള്ള ആ ഒരു ബോണ്ട്, ആ ഒരു ഡബിൾ ആക്ഷൻ ഇംപ്രൂവ് ചെയ്യും. ഇതൊക്കെയാണ് മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കാനുള്ള കാരണം, ഈവൻ ദോ ടോ വി ഈസ് ലെസ് ദാൻ ടോ സി. അപ്പോൾ ഈ ടോ സി വാല്യൂ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഗ്രേഡ് ഓഫ് ദി കോൺക്രീറ്റ്. അതുപോലെ തന്നെ പെർസെൻറ്റേജ് ഓഫ് ദി ടെൻഷൻ സ്റ്റീൽ, പെർസെൻറ്റേജ് ഓഫ് ദി ടെൻഷൻ സ്റ്റീൽ എന്ന് പറയുന്നത് PT പെർസെൻറ്റേജ് എന്ന് നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് സ്റ്റീൽ ഇൻ ടെൻഷൻ ഡിവൈഡഡ് ബൈ B/D മൾട്ടിപ്ലൈഡ് ബൈ 100. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് വാല്യൂസ് എത്രയാണ്, അതുപോലെ ഏത് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ആണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് ടോസിയുടെ വാല്യൂ നമുക്ക് എടുക്കാം. ഇനി ഇത് മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് എത്ര കൊടുക്കണം എന്നുള്ളതിൻ്റെ ഒരു കണ്ടീഷനാണ്. അപ്പോൾ മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻ ദ ഫോം ഓഫ് സ്റ്റിറപ്പ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഇറ്റ് ഷുഡ് ബി such a way that area of the shear reinforcement divided by breadth of the beam multiplied by spacing should be always greater than or equal to 0.4 divided by 0.87 FY ആയിരിക്കണം. അതായത് ASV മിനിമം എന്ന് പറയുന്നത് ഏരിയ ഓഫ് shear reinforcement minimum is equal to 0.4 times breadth of the beam spacing of the reinforcement divided by 0.87 FY ആയിരിക്കണം. ഓക്കെ, ദിസ് ഈസ് ദി കേസ് ഫോർ മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ്. എത്രയാണ് മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കേണ്ടത് എന്നാണ് അത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടോ വി
ലെസ് ദാൻ ടോസി ആണെന്നുണ്ടെങ്കിൽ മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് വല്ല സ്റ്റിറപ്പായിട്ട് കൊടുത്താൽ മതിയെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ടോവി ഗ്രേറ്റർ ദാൻ ടോസി ആവുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. എ കണ്ടീഷൻ വേർ ദിസ് ടോവി അല്ലെങ്കിൽ ഡെവലപ്ഡ് ഷിയർ സ്ട്രെസ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ഡിസൈൻ ഷിയർ സ്ട്രെസ് ഓഫ് ദി കോൺക്രീറ്റ്. അതായത് ടോസിയെക്കാളും കൂടുതലാവുന്ന കേസിൽ, ഈ കേസിലാണ് നമ്മൾ പ്രത്യേകമായിട്ട് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസൈൻ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ വെൻ ടോവി എക്സീഡ്സ് ടോസി, ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഷാൽ ബി പ്രൊവൈഡഡ് ഇൻ ദ ഫോം ഓഫ് വെർട്ടിക്കൽ സ്റ്റിറപ്പ് ആവാം, അല്ലെങ്കിൽ ബെൻഡപ്പ് ബാർസ് ആവാം. ബെൻഡപ്പ് ബാർസ് വിത്ത് സ്റ്റിറപ്പ് ബെൻഡപ്പ് ബാർസ് മാത്രമായിട്ട് ഷിയറിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കില്ല. ബെൻഡപ്പ് ബാർസ് വിത്ത് എപ്പോഴും സ്റ്റിറപ്സ് ആയിരിക്കും കൊടുക്കുന്നത്. ദെൻ ഇൻക്ലൈൻഡ് സ്റ്റിറപ്പ് 45 ഡിഗ്രിയൊക്കെ ഇൻക്ലൈൻഡ് ആയിട്ട് സ്റ്റിറപ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഈ ബെൻഡപ്പ് ബാർസ് കൊടുക്കുമ്പോൾ ഉള്ള കണ്ടീഷൻ എന്ന് വെച്ചാൽ ടോട്ടൽ ഉള്ള ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റിൽ അതിൻ്റെ എടുക്കുന്ന ഷിയർ റെസിസ്റ്റൻസിൽ മോർ ദാൻ ഹാഫ് ഒരിക്കലും ഈ ബെൻഡപ്പ് ബാർ എടുക്കാൻ വേണ്ടിയിട്ട് വിടരുത്. ടോട്ടൽ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് എടുക്കുന്ന ഷിയർ റെസിസ്റ്റൻസിൽ മോർ ദാൻ ഹാഫ് ബെൻഡപ്പ് ബാർസ് എടുക്കാൻ വേണ്ടിയിട്ട് വിടരുത്. അതാണ് ഒരു ബെൻഡപ്പ് ബാർസ് യൂസ് ചെയ്യുമ്പോഴുള്ള ഒരു കണ്ടീഷൻ. അപ്പോൾ എത്ര ഷിയർ ഫോഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ്, ഈ 3 ടൈപ്പ് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഡിസൈൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എത്ര ഫോഴ്സിന് വേണ്ടിയിട്ടാണെന്ന് നോക്കാം. അപ്പോൾ നോമിനൽ ഷിയർ സ്ട്രെസ് ടോവി ആണ്. അതേ മൾട്ടിപ്ലൈഡ് ബൈ ബി ഇൻറ്റു സ്മോൾ ഡി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി യു കിട്ടും. അത് അതിനകത്ത് ഡെവലപ്പ് ആവുന്ന ബീമിനകത്ത് ഡെവലപ്ഡ് ആവുന്ന ഷിയർ ഫോഴ്സ്. അതേ മൈനസ് അതിനകത്തുള്ള മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റും കോൺക്രീറ്റും എത്രത്തോളം ഷിയർ സ്ട്രെസ് എടുക്കുന്നുണ്ട്? ടോസി എടുക്കുന്നുണ്ട്. സോ ടോസി മൾട്ടിപ്ലൈഡ് ബൈ ബി ഇൻറ്റു ഡി ചെയ്യുമ്പോഴേക്കും നമുക്ക് എത്ര ഷിയർ ഫോഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നുള്ളത് കിട്ടും. ഇതിനെ വി യു എസ് എന്നാണ് പറയുന്നത്. ഓക്കെ, വി യു എസ് എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പോർഷനിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് പറയാം. ഒരു ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ കണ്ടു. പിന്നെ നോമിനൽ ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എന്താണ്, അതെന്താണ്, അതുപോലെ തന്നെ ഇപ്പോൾ ടോവി ലെസ് ദാൻ ടോസി, ടോവി ലെസ് ദാൻ ടോസി മാക്സ്, അത് കണ്ടീഷനിൽ കുറച്ച് കണ്ടീഷനുകൾ തന്നു കഴിഞ്ഞിട്ട് ഏതാണ് കറക്റ്റായിട്ടുള്ളത്, അങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ വരാം. പിന്നെ ഈ ഒരു ടാബുലർ കോളത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ടോസി മാക്സ് എന്ന് പറയുന്ന മാക്സിമം ഷിയർ സ്ട്രെസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ടേബിളിൽ തന്നിരിക്കുന്നത് ഡിഫറെൻറ്റ് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിന് എത്ര ടോസി മാക്സ് വരുമെന്നാണ്. അതായത് ടോസി മാക്സ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ്. നെക്സ്റ്റ് കണ്ടീഷൻ, ഇപ്പോൾ ടോവി ലെസ് ദാൻ ടോസി നമ്മളിപ്പോൾ കണ്ട ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് എക്സ്ട്രാ കൊടുക്കണോ, ഡിസൈൻ ചെയ്യണോ വേണ്ടയോ, അതോ മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്താൽ മതിയോ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ടോസി അല്ലെങ്കിൽ ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് ഓഫ് ദ കോൺക്രീറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഗ്രേഡ് ഓഫ് ദ കോൺക്രീറ്റ് ആൻഡ് ആൾസോ ദ പെർസെൻറ്റേജ് ഓഫ് ദി ടെൻഷൻ സ്റ്റീൽ ഇൻ ദി ബീം. നെക്സ്റ്റ് മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. അതുപോലെ തന്നെ ഇപ്പോൾ ടോവി ഗ്രേറ്റർ ദാൻ ടോസി ആകുമ്പോൾ എന്താണ് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻസ് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരാം. എത്ര ഷിയർ ഫോഴ്സിന് വേണ്ടിയിട്ടാണ് എക്സ്ട്രാ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസൈൻ ചെയ്യേണ്ടത്, ആ ക്വസ്റ്റ്യൻസ് വരാം. ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും വരാം. അപ്പോൾ ഈ ഷിയറിൻ്റെ ഈ ഒരു പോർഷൻ IS കോഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Next question, working stress method of design, the factor of safety of the concrete is. Concrete in the factor of safety working stress method അനുസരിച്ച് it is 3. സ്റ്റീൽ ആണെന്നുണ്ടെങ്കിൽ it is 1.8 by working stress method. As per IS 456, the expansion joints are provided for the structure when the length exceeds. ലെങ്ത് ഒരു 45 മീറ്ററിനേക്കാളും കൂടിയ RCC സ്ട്രക്ചറുകളാണെന്നുണ്ടെങ്കിൽ there should be 1 or more എക്സ്പാൻഷൻ ജോയിൻറ്റ്സ്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള IS പ്രൊവിഷനാണിത്. നോർമലി സ്ട്രക്ചേഴ്സ് exceeding 45 meter in length are designed with 1 or more expansion joints. Okay. Next question, the minimum cement content in the reinforced concrete as per IS 456 in kg per meter cube. kg per meter cube RCCയിൽ മിനിമം സിമെൻറ്റ് കണ്ടൻറ്റ് എത്ര വേണം എന്നാണ് ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് 300 kg per meter cube ആണ്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് IS കോഡിൽ ടേബിൾ നമ്പർ 5 നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ടേബിൾ എന്ന് പറയുന്നത് മിനിമം സിമെൻറ്റ് കണ്ടൻറ്റ് എത്ര വേണം, അതുപോലെ മാക്സിമം വാട്ടർ സിമെൻറ്റ് റേഷ്യോ എത്ര വേണം, മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ആയിട്ട് ഡിഫറെൻറ്റ് എക്സ്പോഷർ കണ്ടീഷൻസ് എത്രയാണ് എന്നുള്ളതാണ് തന്നിരിക്കുന്നത്.
എക്സ്പോഷർ കണ്ടീഷൻ IS കോഡ് ഡിഫൈൻ ചെയ്യുന്ന 5 എക്സ്പോഷർ കണ്ടീഷനാണുള്ളത്. ഇതൊരു ഓർഡറിൽ മനസ്സിലാക്കി വയ്ക്കുക. മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, വെരി സിവിയർ, എക്സ്ട്രീം. മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, വെരി സിവിയർ, എക്സ്ട്രീം. ഇങ്ങനെ ഒരു 5 കണ്ടീഷൻസ് ആയിട്ട് 5 എക്സ്പോഷർ കണ്ടീഷനുകളാണുള്ളത്. ഓരോന്നും ഓരോ രീതിയിലാണ്. നോർമൽ കണ്ടീഷൻസിൽ വരുന്നത് മൈൽഡ്. എക്സ്ട്രീം കണ്ടീഷൻ എന്ന് പറയുമ്പോൾ സീലൊക്കെ വയ്ക്കുന്ന സ്ട്രക്ചറുകൾ, കൺസ്ട്രക്ട് ചെയ്യുന്ന സ്ട്രക്ചറുകൾ അവരുടെ ഓൾട്ടർനേറ്റ് ആയിട്ട് വെറ്റിങ്ങും ഡ്രൈയിങ്ങും ഒക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രീം എക്സ്പോഷർ കണ്ടീഷൻ എന്ന് പറയാം. മാർഷി ലാൻഡിലുള്ളതൊക്കെ വെരി സിവിയർ കണ്ടീഷനകത്ത് വരും. അങ്ങനെ ഓരോ എക്സ്പോഷർ കണ്ടീഷനും ഓരോ ഡെഫിനിഷൻസ് ഉണ്ട്. അത് IS കോഡിലുണ്ട്. എവിടെയെങ്കിലും പ്രീവിയസ് ഇയറിൽ വരികയാണെങ്കിൽ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓരോ കണ്ടീഷൻ അനുസരിച്ച് വാട്ട് ഈസ് ദി മിനിമം സിമെൻറ്റ് കണ്ടൻറ്റ് ഫോർ RCC. അപ്പോൾ RCCയുടെ കോളം നോക്കി. ഫസ്റ്റ് കോളത്തിൽ പ്ലെയിൻ കോൺക്രീറ്റ് ആണ് തന്നിരിക്കുന്നത്. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നമ്മൾ സാധാരണഗതിയിൽ ചോദിക്കാറില്ല. പക്ഷേ RCCയുടെ നോക്കിക്കഴിഞ്ഞാൽ മിനിമം സിമെൻറ്റ് കണ്ടൻറ്റ് എന്ന് പറയുന്നത് മൈൽഡ് കണ്ടീഷനിലാണ് സിമെൻറ്റ് കണ്ടൻറ്റ് കുറവായിട്ടുള്ളത്. ദാറ്റ് ഈസ് 300 ആണ് ആൻസർ. മോഡറേറ്റ് ആകുമ്പോൾ ഇറ്റ് ഈസ് 300, സിവിയർ ആകുമ്പോൾ 320, വെരി സിവിയർ ആകുമ്പോൾ 340, എക്സ്ട്രീം കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ 360 ആണ് വരുന്നത്. പിന്നെ മാക്സിമം വാട്ടർ സിമെൻറ്റ് റേഷ്യോ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട് ഫോർ ദ ഡിഫറെൻറ്റ് എക്സ്പോഷർ കണ്ടീഷൻ. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മിനിമം വാട്ടർ സിമെൻറ്റ് റേഷ്യോ 0.4ഉം അതുപോലെ തന്നെ മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുന്നത് 0.55 ആണെന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ ഓരോ കണ്ടീഷനിലും ഓരോ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് പറഞ്ഞിട്ടുണ്ട്. ഓരോ കണ്ടീഷനിലും ഓരോ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ്. അപ്പോൾ മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് വന്നിട്ട് മൈൽഡ് കണ്ടീഷനിൽ M20 ആണ്. RCCയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് M20 ആണ്. മോഡറേറ്റ് ആകുമ്പോൾ M25, അതുപോലെ സിവിയർ ആകുമ്പോൾ M30, വെരി സിവിയർ ആണെങ്കിൽ M35, എക്സ്ട്രീം ആകുമ്പോൾ M40. ഈ കണ്ടീഷനുകൾ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക, നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓർഡറിൽ തന്നെയാണ്, അപ്പോൾ പഠിക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ മിനിമം സിമെൻറ്റ് കണ്ടൻറ്റ് ഇൻ ദി RCC വന്നിട്ട് 300 kg/m³ ആണ്. The minimum horizontal distance between two parallel main reinforcing bar of 32 dia is 32 മെയിൻ പാരലൽ റീഇൻഫോഴ്സിങ് ബാറിൻ്റെ 32 ആണ് ഡയമീറ്റർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, അതായത് സ്പേസിംഗ് ഓഫ് ദ റീഇൻഫോഴ്സ്മെൻറ്റ് എത്രയാണെന്നുള്ള. സ്പേസിംഗ് ഓഫ് ദ റീഇൻഫോഴ്സ്മെൻറ്റുമായിട്ട് സംബന്ധിച്ചുള്ള കോഡൽ പ്രൊവിഷൻ നമുക്ക് നോക്കാം. 2 പാരലൽ ആയിട്ടുള്ള മെയിൻ റീഇൻഫോഴ്സിംഗ് ബാർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ആ ഒരു സ്പേസിംഗ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ ദി ഡയമീറ്റർ ഓഫ് ദ ബാർ ഇഫ് ദ ബാർ ആർ അറ്റ് ഈക്വൽ ഡയമീറ്റർ, അല്ലെങ്കിൽ ഡയമീറ്റർ ഓഫ് ദി ലാർജർ ബാർ വിച്ച് ഈസ് യൂസ്ഡ്, അല്ലെങ്കിൽ 5+ നോമിനൽ സൈസ് ഓഫ് ദി അഗ്രിഗേറ്റ് ആണ്. നോമിനൽ സൈസ് ഓഫ് ദി അഗ്രിഗേറ്റ് സാധാരണ RCCയിൽ വരുന്നത് ഇറ്റ് ഇസ് 20 mm ആണ്. ഓക്കെ, അപ്പോൾ 20+5 അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇതിനകത്ത് മാക്സിമം ഏതാണ് അതാണ് എടുക്കേണ്ടത്. സോ ഇറ്റ് ഈസ് 32 mm ആണ്. രണ്ടും സെയിം ഡയമീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഓപ്ഷൻ നമ്മുടെ ഭാഗത്തുള്ളത് ഒന്ന് 32 എടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ 5+20 എടുക്കുക എന്നുള്ളതാണ്. ഇതിനകത്ത് മാക്സിമം ഏതാണ് വരുന്നത് 32 ആണ്. സോ 32 ഈസ് എ മിനിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പാരലൽ മെയിൻ റീഇൻഫോഴ്സിംഗ് ബാർ ഓഫ് 32 dia. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓൾറെഡി നമ്മളിത് കണ്ടതാണ്. ദാറ്റ് ഇസ് എ മാക്സിമം സ്ട്രെയിൻ ഇൻ ദ ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻ എ സെക്ഷൻ അറ്റ് ഫെയിലിയർ ഷാൽ നോട്ട് ബി ലെസ് ദാൻ 0.0002 പ്ലസ് 0.87 FY ഡിവൈഡഡ് ബൈ ES ആണ്. ഓക്കെ, which IS code is referred to the ductile detailing of the RCC structures. RCC structuresൻ്റെ ductile detailing പറയുന്നത് IS 13920 ആണ്. IS 875 എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ലോഡ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. IS 456 PCC RCC ഡിസൈനിന് വേണ്ടിയിട്ടുള്ളത്. ഫ്ലെക്ചറൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ഇൻ ടേംസ് ഓഫ് FCKയുടെ ടേംസിൽ ഫ്ലെക്ചറൽ സ്ട്രെങ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് 0.7 FCK ആണ്. Next question, IS 456, the tolerance of the formwork measurement for beam and column are limited to. IS 456 അനുസരിച്ച് it is +12 mm -6 mm. ഇത് കോഡൽ പ്രൊവിഷൻസ് തന്നെയാണ്. ദാറ്റ് ഈസ് ഫോം വർക്കിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുള്ളതെന്നും ഡീറ്റെയിൽ ആയിട്ട് ഫോം വർക്കിന് പറ്റിയിട്ടുള്ളത് IS 14687 ഉള്ളത്. അതൊന്നും പഠിക്കേണ്ട. നമുക്ക് തന്നിരിക്കുന്നത് ഡീവിയേഷൻ ഫ്രം ദ സ്പെസിഫൈഡ് ഡയമെൻഷൻ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ കോളംസ് ആൻഡ് ബീം ഇറ്റ് ഈസ് +12 and -6 mm ആണ് ആൻസർ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓൾറെഡി നമ്മൾ ഇന്നലെ കണ്ടതാണ്. മിനിമം സ്ട്രിപ്പിംഗ് ടൈം ഓഫ് വെർട്ടിക്കൽ ഫോംവുഡ് ടു ദ കോളം ആൻഡ് വാൾസ് ആസ് പെർ IS 456. അതായത് വെർട്ടിക്കൽ ആയിട്ടുള്ള ഫേസസ് കോളം ആയാലും ബീം ആയാലും അതുപോലെ തന്നെ സ്ലാബ് ആയാലും എല്ലാം തന്നെ 16 തൊട്ട് 24 മണിക്കൂറിനുള്ളിൽ റിമൂവ് ചെയ്യാം. വാട്ട് ഈസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ ലൈവ് ലോഡ് to be taken for the design of the roof with access in it? Its answer is 1.5 kilonewton per meter square ആണ്. The basic value of span to effective depth ratio of the cantilever beam up to 10 meter length for limiting deflection is, it is 7. Cantilever beam ആണെന്നുണ്ടെങ്കിൽ 7, simply support ആണെങ്കിൽ 20, കണ്ടിന്യൂസ് ബീംസ് ആണെങ്കിൽ 26. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രൊവിഷനും കൂടിയുണ്ട്. ഇഫ് ദ സ്പാൻ ഓർ ദ ലെങ്ത് ഈസ് ഗ്രേറ്റർ ദാൻ 10 മീറ്റർ ആണെന്നുണ്ടെങ്കിൽ 10 മീറ്ററിനേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ എത്രയാവും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ നോക്കാം. ഇതൊരു സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ബീം, നെക്സ്റ്റ് കുറച്ചും കൂടി വലിയൊരു ബീം. ഇത് ലെസ് ദാൻ 10 മീറ്റർ ആയിട്ടുള്ള ഒരു ബീമാണ്, ഇത് ഗ്രേറ്റർ ദാൻ 10 മീറ്റർ ആയിട്ടുള്ള ഒരു ബീമാണ്. ഈ രണ്ട് ബീമിലെ കേസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡിഫ്ലക്ഷൻ വരുന്നത് ഏതിനായിരിക്കും? ഇതിനടുത്ത് സപ്പോർട്ട് ആയതുകൊണ്ട് ഇതിൻ്റെ ഡിഫ്ലക്ഷൻ വളരെ കുറവും, ഇതിന് ദൂരെ സപ്പോർട്ട് ആയതുകൊണ്ട് ഇതിൻ്റെ സെൻറ്ററൊക്കെ കുറച്ചും കൂടി സാഗ് ചെയ്ത് പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇത്രയും ഡിഫ്ലക്ഷൻ നമുക്ക് വേണ്ട. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്പാൻ ടു ഡെപ്ത് റേഷ്യോ എന്ന് പറയുന്നത് ഇതിന് കുറയ്ക്കുകയാണ് വേണ്ടത്. ദ സ്പാൻ ടു ഡെപ്ത് റേഷ്യോ ഷുഡ് ബി റെഡ്യൂസ്ഡ്. സ്പാൻ ടു ഡെപ്ത് റേഷ്യോ ഇപ്പോൾ കാൻഡിലിവറിൻ്റെ കേസിൽ ലെസ് ദാൻ 10 വന്നപ്പോഴേക്കും 7 ആയിരുന്നു എങ്കിൽ ഗ്രേറ്റർ ദാൻ 10 മീറ്റർ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ 7 മൾട്ടിപ്ലൈഡ് ബൈ 10 ഡിവൈഡഡ് ബൈ കുറയ്ക്കുകയാണ് വേണ്ടത്. സോ 10 ഡിവൈഡഡ് ബൈ ദ സ്പാൻ ചെയ്താൽ മതി. ഗ്രേറ്റർ ദാൻ 10 ആണെങ്കിൽ എത്രയാണ് ആ സ്പാൻ അല്ലെങ്കിൽ ലെങ്ത്, അത് എത്രയാണ് നമ്മുടെ ഓൾറെഡി ലെസ് ദാൻ 10ൻ്റെ ഫാക്ടർ എത്രയാണ്, ആ ഒരു റേഷ്യോ എത്രയാണ്, അതേ മൾട്ടിപ്ലൈ 10 ഡിവൈഡഡ് ബൈ സ്പാൻ ചെയ്താൽ മതി. വാട്ട് ഈസ് ദ മാക്സിമം സ്പേസിംഗ് പോസിബിൾ ഇൻ ദ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻ ദി സ്ലാബ്? ഓൾറെഡി നമ്മളത് ഡിസ്കസ് ചെയ്തതാണ്. സ്ലാബിൽ 2 റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ സ്പേസിംഗ് ആണ് IS കോഡ് സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ കേസിൽ ഇറ്റ് ഇസ് 3D അല്ലെങ്കിൽ 300. ഇതിനകത്ത് ഏതാണ് ഗ്രേറ്റർ ആയിട്ടുള്ളത്? നെക്സ്റ്റ് വൺ ഈസ് ഫോർ ദ ഡിസ്ട്രിബ്യൂഷൻ ബാർസ് ആണ്. ഡിസ്ട്രിബ്യൂഷൻ ബാർസ് 5D അല്ലെങ്കിൽ 450 mm. ഓക്കെ. മിനിമം കവർ ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻ ഫൂട്ടിങ് ഈസ്, ഫൂട്ടിങ്ങിൽ മിനിമം കവർ ആവശ്യമായിട്ടുള്ളത് 50 mm ആണ്. ഇനി കുറച്ച് സ്ട്രക്ചേഴ്സും അവരുടെ മിനിമം കവർ എത്ര വേണം എന്നുള്ളതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫൂട്ടിംഗ് ആണ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്? നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്തിനാണ് കൊടുക്കുന്നത്? നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത് വന്നിട്ട് റെസിസ്റ്റ് ദ ഹോഗിങ് മൊമെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ടാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം നെഗറ്റീവ് ബെൻഡിങ് മൊമെൻറ്റിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗർ തന്നിരുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ലാബ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ബീമിൻ്റെ കേസാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതാണ്, എന്നാലും ഒന്നും കൂടി പറയാം. അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ദ ബെൻഡിങ് മൊമെൻറ്റ് വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് സപ്പോർട്ട്സിൽ വന്നിട്ട് നെഗറ്റീവ് ബെൻഡിങ് മൊമെൻറ്റും നിയർ ദ സെൻറ്റർ ഇറ്റ് വിൽ ബി പോസിറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ്. പോസിറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഷോസ് സാഗിങ് കണ്ടീഷൻ. ഇങ്ങനെ സാഗ് ചെയ്തിട്ടായിരിക്കും ബീം അല്ലെങ്കിൽ സ്ലാബ് ഉണ്ടാവുന്നത്. നെഗറ്റീവ് ആയിട്ടുള്ള ബെൻഡിങ് മൊമെൻറ്റ് നെഗറ്റീവ് ആയിട്ടുള്ള ബെൻഡിങ് മൊമെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ദർ വിൽ ബി ഹോഗിങ്. അപ്പോൾ ഹോഗിങ് ആകുമ്പോൾ മുകളിലത്തെ ഭാഗത്താണ് ടെൻഷൻ വരുന്നത്. അപ്പോൾ നെഗറ്റീവ് ബെൻഡിങ് മൊമെൻറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹോഗിങ് മൊമെൻറ്റിന് വേണ്ടി നമ്മൾ മുകളിൽ വേണം ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് അതിനെ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. What is the maximum area of the longitudinal reinforcement for the columns with cross section B and D? Maximum reinforcement വന്നിട്ട് 6% ആണ് in case of column. Minimum reinforcement വന്നിട്ട് 0.8% ആണ് in case of the column. അപ്പോൾ കോളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രൊവിഷൻസ് നമുക്കൊന്ന് നോക്കാം. ലോങ്ങിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ
ഏരിയ മിനിമം വന്നിട്ട് 0.8%, മാക്സിമം വന്നിട്ട് 6% ആണ് ആവശ്യമായിട്ട് ഉള്ളത്. അതുപോലെ മിനിമം നമ്പർ ഓഫ് ബാർസ് ഒരു റെക്ടാങ്കുലർ കോളം ആണെന്നുണ്ടെങ്കിൽ 4ഉം അതുപോലെ തന്നെ സർക്കുലർ കോളം ആണെന്നുണ്ടെങ്കിൽ മിനിമം നമ്പർ ഓഫ് ബാർസ് 6ഉം ആണ്. ഒരിക്കലും ഒരു കോളത്തിൽ യൂസ് ചെയ്യുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് ബാർ 12 mm കുറയാൻ പാടില്ല. അതായത് മിനിമം സൈസ് ഓഫ് ദി റീഇൻഫോഴ്സ്മെൻറ്റ് ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ എ കോളം ഷുഡ് ബി 12 mm. അതുപോലെ തന്നെ എലോങ് ദ പെരിഫറി നമ്മൾ ഈ ബാസിൻ്റെ സ്പേസിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷാൽ നോട്ട് എക്സീഡ് 300 mm. പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പഠിച്ചു വെച്ചാൽ എളുപ്പമാണ്. പിന്നെ ഒരെണ്ണം ഉള്ളത് കോളത്തിൽ തന്നെ വരുന്നതാണ് പെഡസ്റ്റൽ എന്ന് പറയും. പെഡസ്റ്റൽ ഈസ് ഓൾസോ എ കംപ്രഷൻ മെമ്പർ വൈൽ ദ എൽ എഫക്റ്റീവ് is less than or equal to 3 times that of its lateral dimension. L effective is less than or equal to that of 3 times the lateral dimension. ഇതിനെ പറയുന്ന പേരാണ് പെഡസ്റ്റൽ. ഇത് L effective greater than 3 times that of the lateral dimension ആണെന്നുണ്ടെങ്കിൽ അതിനെ കോളമായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇൻ കേസ് ഓഫ് ദി പെഡസ്റ്റൽ ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ് സാധാരണ മിനിമം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് 0.15% ഓഫ് ദ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. ദാറ്റ് ഈസ് മിനിമം മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡഡ് ഇൻ ദി പെഡസ്റ്റൽ ഈസ് 0.15% ഓഫ് ദി ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. Next one is the effective span to depth ratio of the continuous beam. Continuous beam in the effective span to depth ratio 26 ആണ്. ഓൾറെഡി നമ്മൾ ഈ ഒരു ഇത് കണ്ടതാണ്. ഇതിനകത്ത് ഫ്ലാഞ്ച്ഡ് ബീംസിൻ്റെയും കൂടി ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. ഫ്ലാഞ്ച്ഡ് ബീം വന്നിട്ട് ഇതുപോലെ കാൻറ്റിലിവർ ആണെന്നുണ്ടെങ്കിൽ 5.6 ആണ് ഈ സ്പാൻ ടു എഫക്റ്റീവ് ഡെപ്ത് റേഷ്യോ എന്ന് പറയുന്നത്. സ്പാൻ ടു എഫക്റ്റീവ് ഡെപ്ത് റേഷ്യോ ആ ഒരു കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ദെൻ സിംപ്ലി സപ്പോർട്ടഡ് ആണെന്നുണ്ടെങ്കിൽ ഫ്ലാഞ്ച്ഡ് ബീമിൻ്റെ കേസിൽ 16, കണ്ടിന്യൂസ് ബീംസ് ആണെന്നുണ്ടെങ്കിൽ 20.8 ആണ്. നെക്സ്റ്റ് വൺ വന്നിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീം. ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീം ആണെന്നുണ്ടെങ്കിൽ ദ റീഇൻഫോഴ്സ്മെൻറ്റ് ഈസ് പ്രൊവൈഡഡ് ഇൻ 2 layers ഇൻ ദ ടെൻഷൻ സോൺ. അത് തെറ്റാണ്. ദ നമ്പർ ഓഫ് മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ 2. അത് പിന്നെയും ഒരു ബ്ലണ്ടറാണ്. ദ കംപ്രഷൻ സോൺ ഓൾസോ റീഇൻഫോഴ്സ്ഡ് ആൻഡ് ദ സ്റ്റീൽ ഈസ് ഓൾസോ ബിയറിംഗ് കംപ്രഷൻ. ഇതാണ് കറക്റ്റ്. അതായത് ഡബ്ലി റീഇൻഫോഴ്സ്ഡ് ബീംസ് വരുമ്പോൾ ടെൻഷൻ സോണിലും അതുപോലെ തന്നെ കംപ്രഷൻ സോണിലും രണ്ടിടത്തും റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. In case of column of minimum dimension 20 cm or under whose reinforcing bar do not exceed 12 mm, the concrete cover of dash mm to be used for the reinforcement. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾ കോഡ് പരിചിതമല്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള രീതിയിൽ തോന്നും. പക്ഷേ ഇതെല്ലാം എക്സാക്റ്റ് കോഡിലുള്ള സെൻറ്റൻസുകൾ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വന്നിട്ട് 25 mm ആണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്ന് നോക്കാം. അപ്പോൾ ഇത് കോളത്തിൻ്റെ കേസിലുള്ള നോമിനൽ കവറിൻ്റെ പ്രൊവിഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻ ദ കോളം അതിൻ്റെ നോമിനൽ കവർ എപ്പോഴും ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 40 mm. അപ്പോൾ മിനിമം എത്രയാണ് ആവശ്യം വന്നിട്ട് 40 mm അല്ലെന്നുണ്ടെങ്കിൽ ഡയമീറ്റർ ഓഫ് ദി മെയിൻ റീഇൻഫോഴ്സിങ് ബാർ. ഇതിൽ രണ്ടിലും വന്നിട്ട് ഗ്രേറ്റർ ഏതാണ് അതായിരിക്കും സാധാരണ കോളത്തിൻ്റെ കേസിൽ ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സിങ് ബാറിന് കൊടുക്കുന്ന നോമിനൽ കവർ എന്ന് പറയുന്നത്. അതായത് 40 mm അതുപോലെ ഡയമീറ്റർ ഓഫ് ദ റീഇൻഫോഴ്സിങ് ബാർ ഇതിൽ ഏതാണ് വലുത് അതായിരിക്കും നോമിനൽ കവർ, മിനിമം നോമിനൽ കവർ ഇൻ കേസ് ഓഫ് എ കോളം. പിന്നെ ഒരു കണ്ടീഷനും കൂടി പറയുന്നുണ്ട്. ഈ കോളത്തിൻ്റെ ഡയമെൻഷൻ വന്നിട്ട് 200 mm കുറവാണ്. അതുപോലെ അതിനകത്ത് യൂസ് ചെയ്യുന്ന റീഇൻഫോഴ്സിങ് ബാർ വന്നിട്ട് 12 mm താഴെ ആണ് എന്നുണ്ടെങ്കിൽ നോമിനൽ കവർ ഒരു 25 mm മതിയാവും. സോ ദിസ് ഈസ് ദ കേസ് ഓഫ് കോളത്തിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഫൂട്ടിങ്ങിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ മിനിമം കവർ വന്നിട്ട് 50 mm ആണ്. ഇത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. നെക്സ്റ്റ് ഈ നോമിനൽ കവറിനെ ആയിട്ട് സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ദ റീഇൻഫോഴ്സ്മെൻറ്റ് ഷാൽ ഹാവ് എ കോൺക്രീറ്റ് കവർ ആൻഡ് ദ തിക്നെസ് ഫോർ സച്ച് കവർ എക്സ്ക്ലൂസീവ് ഫോർ ദ പ്ലാസ്റ്റർ ആൻഡ് ഡെക്കറേറ്റീവ് ഫിനിഷ് ഷാൽ ആസ് ഫോളോസ്. സാധാരണ കേസിൽ ഒരു RCC സ്ട്രക്ചറിൽ റീഇൻഫോഴ്സിങ് ബാർ വരുമ്പോൾ അതിന് മിനിമം കൊടുക്കേണ്ട കവർ എന്ന് പറയുന്നത് 25 mm അല്ലെങ്കിൽ ട്വൈസ് ദ ഡയമീറ്റർ ഓഫ് ദ ബാർ ആണ്. അതിൽ ഈ രണ്ട് കേസിലും അതായത് 25 mm ഒന്നെങ്കിൽ 25 mm അല്ലെങ്കിൽ 2 times ദ ഡയമീറ്റർ ഓഫ് ദാറ്റ് ബാർ നോമിനൽ കവറിൻ്റെ കാര്യമാണ്. ഇതിൽ രണ്ടിലും ഏതാണ് ഗ്രേറ്റർ ആയിട്ടുള്ളത് അത് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കോളത്തിൻ്റെ കണ്ടീഷൻസ് നമ്മൾ ഓൾറെഡി വായിച്ചതാണ്. നെക്സ്റ്റ് കണ്ടീഷൻ
കണ്ടീഷൻ വന്നിട്ട് ബീമിൻ്റെ കണ്ടീഷനാണ്. ബീമിൻ്റെ കേസിൽ വരുമ്പോൾ ഏകദേശം സെയിം പോലെയാണ് 25 mm. അതുപോലെ തന്നെ ഡയമീറ്റർ, ഇതിൽ രണ്ടിൽ ഏതാണ് ഗ്രേറ്റർ ആയിട്ടുള്ളത് അത് വേണം മിനിമം കവറായിട്ട് അല്ലെങ്കിൽ മിനിമം നോമിനൽ കവറായിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് സംഭവം വന്നിട്ട് സ്ലാബിൻ്റെ കേസിലാണ്. സ്ലാബ്, വാള് അതുപോലെയൊക്കെ ഉള്ള കണ്ടീഷൻസ് ആണെന്നുണ്ടെങ്കിൽ 15 mm അല്ലെങ്കിൽ ഡയമീറ്റർ ഓഫ് ദ റീഇൻഫോഴ്സ്മെൻറ്റ്, ഇത് രണ്ടിൽ ഏതാണ് ഗ്രേറ്റർ? 15 mm ഡയമീറ്റർ ഓഫ് ദി റീഇൻഫോഴ്സ്മെൻറ്റ്, ഇത് രണ്ടിൽ ഏതാണ് ഗ്രേറ്റർ അത് വേണം മിനിമം നോമിനൽ കവറായിട്ട് സെലക്ട് ചെയ്യാൻ ഇൻ കേസ് ഓഫ് സ്ലാബ്, വാൾസ് എക്സെട്ര. ഇനി നമുക്ക് മറ്റൊരു കണ്ടീഷൻ നോക്കാം. അതായത് സീ വാട്ടറിൽ ടോട്ടലി ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്ന RCC സ്ട്രക്ചറുകൾ, അതിൻ്റെ കവർ എപ്പോഴും ഷാൽ ബി 40 mm മോർ ദാൻ ദാറ്റ് ഓഫ് ദി സ്പെസിഫൈഡ് ഇൻ ദി 4.1. അതായത് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഈ പഠിച്ചത് ഇതിനേക്കാളും ഒരു 40 mm കൂട്ടി എടുക്കണം ഇൻ കേസ് ഓഫ് ദ മറൈൻ സ്ട്രക്ചേഴ്സ് ദാറ്റ് ഇസ് ടോട്ടലി ഇമ്മേഴ്സ്ഡ് ഓൺ ദി സീ വാട്ടർ. പക്ഷേ ഒരു കണ്ടീഷനും കൂടിയുണ്ട്, 75 mm കൂടാനും പാടില്ല. ഇനി അടുത്തത് RCC സ്ട്രക്ചർ ഫുള്ളി സീലല്ല, പക്ഷേ പീരിയോഡിക്കലി സീ വാട്ടറുമായിട്ട് കോണ്ടാക്റ്റിൽ വരും, അല്ലെങ്കിൽ സീ സ്പ്രേ ഇങ്ങനെ കടലിൽ നിന്ന് ഇങ്ങനെ ശീതം അടിക്കുന്ന പോലെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് സാധാരണഗതിയിൽ 4.1 അതായത് ഈ ഒരു ടേബിളിൽ നമ്മൾ ഓൾറെഡി പഠിച്ചതിനേക്കാളും 50 mm കൂട്ടി കൊടുക്കണം. സെയിം കണ്ടീഷൻ ഇവിടെ ആപ്ലിക്കബിൾ ആണ്. ഒരിക്കലും 75 mm കൂടുതൽ നോമിനൽ കവർ പാടില്ല. Which of the following is not a common size of reinforcement? It is 28 mm ആണ്. 28 mm ആണ് not a common size of reinforcement. Minimum thickness of the RCC slab, it is the 10 cm. The maximum resisting moment that can be developed at the cross section of a beam without exceeding the permissible bending stress, it is the definition for the moment of resistance. The maximum resisting moment ഒരു ക്രോസ് സെക്ഷനിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത് അതിനെയാണ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് എ ക്ലിയർ കവർ ഫോർ എ ബീം? ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ക്ലിയർ കവർ ഫോർ എ ബീം ഇറ്റ് ഈസ് 25 mm. The cantilever retaining wall can be safely used for a height not more than 6 meter. Pre-stressed loss due to the friction occurs. പ്രീസ്ട്രെസ് ലോസ് ഒരുപാട് രീതിയിലുണ്ട്. ഷ്രിങ്കേജ് ഉണ്ട്, ക്രീപ്പ് കാരണമുള്ളതുണ്ട്, ഇലാസ്റ്റിക് സ്ട്രെയിൻ കാരണമുണ്ട്, അങ്ങനെ ഒരുപാട് തരത്തിലുണ്ട്. അതിനകത്ത് ഫ്രിക്ഷണൽ ലോസ് ഏത് ടൈപ്പ് ഓഫ് ബീംസിലാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ഈസ് ഇൻ ദ കേസ് ഓഫ് ഓൺലി പോസ്റ്റ് ടെൻഷൻ്റെ ബീംസ്. ഇപ്പോൾ പ്രീ ടെൻഷനും പോസ്റ്റ് ടെൻഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ പ്രീ ടെൻഷനിൽ ഓൾറെഡി നല്ല രീതിയിൽ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് കൊടുത്ത് പുള്ള് ചെയ്തിരിക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ മുകളിലേക്ക് കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വെച്ച് കോൺക്രീറ്റിൽ പിന്നെ ഒരു കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ ഒരു ബാറിൽ വന്നിട്ട് പുള്ളൊന്നും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ റീഇൻഫോഴ്സിങ് ബാറും കോൺക്രീറ്റും തമ്മിൽ ഒരു പുള്ള് അല്ലെങ്കിൽ ഒരു ഫ്രിക്ഷണൽ ലോസിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നില്ല. പക്ഷേ ഇൻ കേസ് ഓഫ് പോസ്റ്റ് ടെൻഷൻ്റെ ബാസ് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മുടെ കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യും. അതിനുശേഷം അതിനകത്ത് ഇങ്ങനെ ഓപ്പൺ ഡക്റ്റ്, ഇങ്ങനെ ഹോൾസായിട്ട് ഡക്റ്റ് ത്രൂ ഔട്ട് ഇങ്ങനെ ഉണ്ടാവും. ഈ ഡക്റ്റിനുള്ളിൽ എന്തെങ്കിലും ടെൻഡൻസ് പ്രൊവൈഡ് ചെയ്യും, അല്ലെങ്കിൽ റീഇൻഫോഴ്സിങ് ബാർസ് പ്രൊവൈഡ് ചെയ്യും. അതിനുശേഷമാണ് പിന്നെയാണ് ഈ പുള്ള് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് പി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഈ ഡക്റ്റിൻ്റെ സർഫസ്, അതായത് ആ ഒരു സിലിണ്ടർ പോലെയുള്ള ഹോളായിരിക്കും ഉണ്ടാവും. അപ്പോൾ അതിനകത്തുള്ള സർഫസും ഈ ടെൻഡൻസും തമ്മിൽ ഉരഞ്ഞിട്ട് അവിടെ ഫ്രിക്ഷണൽ ലോസസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് നമ്മൾ കൊടുക്കണമെന്ന് വിചാരിച്ചാൽ അതിൽ കുറേ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ഈ ഒരു ഫ്രിക്ഷനെ അഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലോസായി പോകും. അപ്പോൾ പ്രീ സ്ട്രെസ്സിൽ ഫ്രിക്ഷന് കാരണം ഉണ്ടാവുന്ന ലോസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൺലി ഇൻ ദ കേസ് ഓഫ് പോസ്റ്റ് ടെൻഷൻ്റെ ബീംസ്. To ensure the uniform pressure distribution, thickness of the foundation is decreased gradually towards the edge ആണ്. ഇപ്പോൾ ചില കണ്ടീഷനിൽ നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ ഇതാണ് ഒരു ഫൂട്ടിങ്, അപ്പോൾ ഇതാണൊരു കോളം. അപ്പോൾ ഈ ഒരു കോളം ഒരു
ഫൂട്ടിങ്ങിൽ ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം സെൻറ്റർ പോർഷനിലായിരിക്കും ഇതിൻ്റെ ഒരു സ്ട്രെസ് ഇൻറ്റൻസിറ്റി, അല്ലെങ്കിൽ എവിടെയാണ് ഈ ഒരു കോളം നിൽക്കുന്നത് ആ ഒരു പോർഷനിലായിരിക്കും മാക്സിമം സ്ട്രെസ് ഇൻറ്റൻസിറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു പോർഷന് നല്ല ഹൈറ്റിൽ കൊടുത്തിട്ട് താഴോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ എഡ്ജസിലേക്ക് വരുമ്പോൾ കുറച്ച് വിഡ്ത്ത് എഡ്ജസിലേക്ക് വരുമ്പോൾ കുറച്ച് വിഡ്ത്ത് കുറച്ച് കൊടുക്കും. ഇത് കുറച്ച് കൂടി എക്കണോമിക്കലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. The minimum clear cover for RCC column shall be greater of 40 mm or the diameter of bars. കണ്ടീഷൻസ് ഒന്നും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. In simply supported slab, the alternate bars are curtailed at 1/7 of that of the span. Total span ഉണ്ട് 1/7 എത്തുമ്പോഴാണ് കർട്ടെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ കർട്ടെയിൽ ചെയ്യാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാൽ സ്ലാബ് ആയിക്കോട്ടെ ബീം ആയിക്കോട്ടെ നമ്മൾ അതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഡയഗ്രാം ആയിരിക്കും കിട്ടുന്നത്. അതായത് ഇതിപ്പോൾ നെഗറ്റീവായിട്ട് കാണിച്ചു എന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ ഡയഗ്രാം ആയിരിക്കും കിട്ടുന്നത്. അതായത് സെൻറ്റർ പോർഷനിൽ വരുമ്പോൾ മാക്സിമം മൊമെൻറ്റ്. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ഫുള്ള് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്തതിന് ശേഷം ഈ അറ്റത്ത് വരുമ്പോഴേക്കും ഈ റീഇൻഫോഴ്സ്മെൻറ്റ് ബാസിൻ്റെ കുറച്ച് പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്ത് കളയും. ആൾട്ടർനേറ്റ് ബാസിൻ്റെ കുറച്ച് പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റും. ഇതിന് പറയുന്ന പേരാണ് curtailment എന്ന് പറയും. The area of the tensile reinforcement is calculated based on the maximum bending moment at the mid span. എപ്പോഴും മിഡ് സ്പാനിൽ എത്രയാണ് ബെൻഡിങ് മൊമെൻറ്റ് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ അത്രയും ആവശ്യമില്ല അതിൻ്റെ എൻഡ്സിലേക്ക് വരുമ്പോൾ, ടുവേർഡ്സ് ദ സപ്പോർട്ട്സ് വരുമ്പോൾ അത്രയും ആവശ്യമില്ല. അപ്പോൾ സമയത്ത് നമ്മൾ ആൾട്ടർനേറ്റ് ബാസിനെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. Next question. The limit state of serviceability for deflection, including the effect of due to creep, shrinkage, temperature occurring after the erection of partition and application of finishes are applicable to floors and roof are restricted to. ഇതിൻ്റെ ആൻസർ വന്നിട്ട് സ്പാൻ ഡിവൈഡഡ് ബൈ 350 ആണ്. ഇതിൻ്റെ കോഡൽ പ്രൊവിഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്ലാബ് അല്ലെങ്കിൽ റൂഫ് സ്ലാബ് അല്ലെങ്കിൽ ഫ്ലോർ അങ്ങനെ വരുന്ന സ്ലാബിൻ്റെ എല്ലാം കേസസിൽ വന്നിട്ട് ഫൈനൽ ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ഓൾ ദ ടൈപ്പ് ഓഫ് ലോഡ്സ്, അതുപോലെ ആ ലോഡ് മാത്രമല്ല വരുന്നത് ഡിഫ്ലക്ഷൻ ഉണ്ടാവാൻ ഷ്രിങ്കേജ്, ടെമ്പറേച്ചറിൻ്റെ വേരിയേഷൻ, ഇതെല്ലാം കാരണമാവും. അപ്പോൾ ഇതെല്ലാം കൂടി അക്കൗണ്ട് ചെയ്തുകൊണ്ട് ഫൈനൽ ഡിഫ്ലക്ഷൻ്റെ വാല്യൂ ഷുഡ് നോട്ട് എക്സീഡ് സ്പാൻ ഡിവൈഡഡ് ബൈ 250. സ്പാൻ ഡിവൈഡഡ് ബൈ 250യേക്കാളും കൂടാനായിട്ട് പാടില്ല ദ ഫൈനൽ ഡിഫ്ലക്ഷൻ. പിന്നെ ചില ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഒരു മൊമെൻ്ററി ഡിഫ്ലക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതായത് നമ്മൾ ലോഡ് ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം, അതായത് പാർട്ടീഷനൊക്കെ ആ ബീമിൻ്റെയോ സ്ലാബിൻ്റെയോ മുകളിൽ ഫ്ലോർ റൂഫിൻ്റെ കാര്യമല്ലേ പറയുന്നത്. അപ്പോൾ പാർട്ടീഷൻ കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ റൂമിൻ്റെ വോൾസ് കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം ഫിനിഷസ് വന്നതിന് ശേഷം ഈ ഒരു കണ്ടീഷനിൽ വരുമ്പോൾ അതിനകത്ത് വരുന്ന ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് സ്പാൻ ഡിവൈഡഡ് ബൈ 350യേക്കാളും അല്ലെങ്കിൽ 20 mm ഇതിനകത്ത് ഏതാണ് കുറവ് അതിൽ കൂടാനായിട്ട് പാടില്ല. ഇതാണ് പ്രൊവിഷൻ. അപ്പോൾ ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ടെമ്പറേച്ചർ ക്രീപ്പ് അതുപോലെ പാർട്ടീഷൻ വരുമ്പോൾ ഫിനിഷസ് വരുമ്പോൾ അപ്പോഴുള്ള ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് സ്പാൻ ഡിവൈഡ് ബൈ 350യേക്കാളും കൂടാൻ പാടില്ല. ടോട്ടൽ എല്ലാ ലോഡുകളും അതിൻ്റെ ലൈഫ് ടൈമിൽ വരുന്ന എല്ലാ ലോഡുകളുടെയും കൂടിയിട്ടുള്ള ഫൈനൽ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് സ്പാൻ ഡിവൈഡഡ് ബൈ 250യേക്കാളും കൂടാനായിട്ട് പാടില്ല. According to IS 456-2000, the maximum spacing of the shear reinforcement for the concrete beams in no case shall exceed, it is 300 mm ആണ്. ലാസ്റ്റ് ക്ലാസ്സിലും ഇത് പറഞ്ഞതാണ്. ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ കേസിൽ ഉള്ള മാക്സിമം സ്പേസിങ് എന്ന് പറയുന്നത് ഇപ്പോൾ വെർട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റിറപ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതാണെങ്കിൽ 0.75 ഡിയും 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടുള്ളതാണ് കൊടുക്കുന്നതെങ്കിൽ മാക്സിമം ഡിയും, പിന്നെ ഒന്ന് ഉള്ളത് it should not be greater than 450 mm. സോറി, ഇതിൻ്റെ ആൻസർ വന്നിട്ട് 450 mm ആണ്, നോട്ട് 300 mm. 450 mm ആണ് ആൻസർ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.